അങ്കിൾ, മിനിസ്റ്റർ മകനെ ഒന്ന് കാണണമായിരുന്നു. നിങ്ങളകത്തേക്കൊന്നും വിടാൻ പറ്റില്ല. പ്ലീസ് അങ്കിൾ, ഒരു 5 minutes. വാ വാ വാ. ഒരു കൊച്ചുകുട്ടിയെ കാണാനില്ല. അർജന്റായി ഒന്ന് സംസാരിക്കണം. നമസ്കാരം സാർ. നമസ്കാരം. സോറി ഗായ്സ്, ക്യാരി ഓൺ. ഞാനിതെത്തി 5 മിനിറ്റ്. ഞാനിവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? മുകേഷ് സാർ പറഞ്ഞു. ഇവരേതാ? നിന്റെ വീട്ടു ജോലിക്കാരാ? അല്ല, എന്റെ ഫ്രണ്ടിന്റെ പാരന്റ്സാ. നീ എന്താ മദർ തെരേസയ്ക്ക് പഠിക്കാ? ചിൽ ഔട്ട്. നീ സ്കൂളിൽ പോയി നന്നായിട്ട് പഠിക്കാൻ നോക്ക്. എൻജോയ്. എന്തിനാ ഇവരെ പറഞ്ഞ് നടക്കുന്നേ? ഏയ്, നീ എന്തിനാ കരയുന്നേ? നിങ്ങൾ എപ്പോഴാ കരയുന്നേ? ഞാനോ? ഞാൻ റിലാക്സ് ആവാനാ കരയാറ്. വാട്ട്സ് റോങ് വിത്ത് യു? നിന്റെ കാറിന് എന്തെങ്കിലും പറ്റുമ്പോ നീ കരയും. വൺ മിനിറ്റ് സാർ. മഹിത എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡന്റ് 7A സാർ. ആ കുട്ടിയൊന്ന് വിളിക്കാവോ? എന്താ സാർ? ഒരു കുട്ടി മിസ്സായെന്നൊരു കംപ്ലൈന്റ് തന്നിരുന്നു, അത് അന്വേഷിക്കാനാ. ഇപ്പൊ വിളിക്കാം സാർ. ഒരു മിനിറ്റ് സാർ. ആരാ ഈ മുകേഷ് സാർ? മുകേഷ് സാർ ആളിതാണ് സാർ. പറയൂ, കുട്ടിക്ക് പുതിയ അഡ്മിഷൻ ആണോ? ഏത് ക്ലാസ്സിലേക്കാ? ഈ സ്കൂളില് എന്തൊക്കെയാ നിങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുന്നത്? ഇവിടെ എല്ലാം പഠിപ്പിക്കുന്നുണ്ട് സാർ, മറ്റു സ്കൂളുകളെക്കാൾ. സിലബസും ഔട്ട് ഓഫ് സിലബസും. ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയുമ്പോ മന്ത്രിമാരുടെ മക്കളെ ഏത് പബ്ബിലാ പോണെന്നും പോലീസുകാരെങ്ങനെയാ കൈക്കൂലി വാങ്ങിക്കുന്നതെന്നും ഒക്കെയാണോ? സാറെന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാനങ്ങനെ പഠിപ്പിച്ചെന്ന് സാറിനോട് ആരെങ്കിലും പറഞ്ഞു? ഈ സാറാണോ പറഞ്ഞേ പോലീസുകാർ കൈക്കൂലി വാങ്ങിക്കാതെ പണിയെടുക്കില്ലെന്ന്? അതെ. ഞാൻ കുട്ടിയായിരുന്നപ്പോ ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വിഷയം ജസ്റ്റ് കാഷ്വലായിട്ട് പറഞ്ഞതാ. അല്ലാതെ സാർ പൈസ വാങ്ങിക്കുന്നൊക്കെ ചുമ്മാ ഞാനങ്ങനൊന്നും പറയില്ല സാർ. ചെറിയ കുട്ടിയല്ലേ, ചെറിയ മിസ്കമ്മ്യൂണിക്കേഷൻ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, വെറുതെ മിസ്ഫയർ ചെയ്തു സാർ. ഇംഗ്ലീഷൊക്കെ ഒന്ന് കുറയ്ക്കുക. സിനിമയിലെ കാര്യങ്ങൾ പിള്ളേരോട് പറയാതിരിക്കുക. ഇല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന പോലെ ഞങ്ങൾക്കും ചെയ്യേണ്ടി വരും. മനസ്സിലായോ? പൊയ്ക്കോ. ഹലോ സാർ. പെൻ. താങ്ക് യു സാർ. നിനക്ക് മിനിസ്റ്ററുടെ മകനെ അറിയാവുന്നെന്താ പറയായിരുന്നേ? കഴിഞ്ഞ ദിവസം റെയിൽവേ ട്രാക്കിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു കുട്ടിയുടെ ബോഡി കിട്ടി. നീ പറഞ്ഞ അടയാളങ്ങളുമായിട്ട് ഇതിന് നല്ല സാമ്യമുണ്ട്. ഈ ഫോട്ടോയിലുള്ളത് ആ കുട്ടിയാണെന്ന് നോക്കി. നോക്കുമോളെ.
നന്നായി പ്രാർത്ഥിച്ചോ. അവനൊന്നും സംഭവിക്കില്ല. വാ. അതെ, എത്ര കാശായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോ എന്തിനാ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കണേ? കുറച്ച് റിച്ച് ആയിട്ട് ആലോചിക്ക്. ഇത്തിരി ആക്രാന്ന് നമ്മൾ വിചാരിച്ചാലും കുഴപ്പമില്ല. ഒരു നല്ല വീട് വാങ്ങിച്ചു തരാൻ പറ. ഒരു ഭംഗിക്ക് പറഞ്ഞതാ സാറ്. ഇപ്പൊ വീട് വാങ്ങി തരാനൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, നാളെ എന്നെ കാണുമ്പോഴേ സാറങ്ങ് മുങ്ങിക്കളയും. ഓ, ദാ, നീ ഇത് വാങ്ങിച്ചോ ഗായത്രി. കാഞ്ചീപന സാരിയാ. ഇതെടുത്ത് നീ സുന്ദരിയായിട്ട് പുറത്തോട്ടൊക്കെ പോകുമ്പോഴേ നമ്മുടെ മുഖത്തിന് ചിരി വാരി. ഇത് ഫിക്സ് ചെയ്തോ ലക്ഷ്മി? അത് മതി, അത് മതി. ഇനി വേറൊന്നും ആലോചിക്കണ്ട. ഇത് കണ്ടോ, ഈ ഗോൾഡൻ ബോർഡർ അതിന്റെ റിച്ച്നെസ്, അതിന്റെ കറക്റ്റ് വൈലറ്റ് ബ്ലൗസ് ഇട്ടാ നല്ല ഭംഗിയായിരിക്കും. ലക്ഷ്മി, സാരി വേണ്ട. 5-6 തവണ കൊടുത്തു കഴിയുമ്പോ എനിക്കങ്ങ് മടുക്കും. അത് എന്താ? നമുക്കൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചാലോ? ഈ പന്ന ഫ്രിഡ്ജ് എന്നെ കഷ്ടപ്പെടുത്തുവോ? ഒരു പുതിയ ഫ്രിഡ്ജ് ദിവസവും പലതവണ തുറക്കുന്നതും അടയ്ക്കുന്നതും ഓർക്കുമ്പോ എന്ത് സന്തോഷാ ലക്ഷ്മി. ഇപ്പോഴത്തെ ഫ്രിഡ്ജൊക്കെ ഒരു മുറിയുടെ അത്രയും വലിപ്പോ അറിയാവോ? ആണോ? അതുപോലെ ഒരെണ്ണം ഓട്ടോയിൽ കൊണ്ടുവന്നത് ഞാൻ കണ്ടു. ഇത് പുതിയ മോഡൽ. ഓ, ലക്ഷ്മി, ഇവിടുത്തെ ഫ്രിഡ്ജൊക്കെ വളരെ ചെറുതാണല്ലോ. അത് മനഃപൂർവ്വം അത് തന്നെ കാണിക്കുന്നതാ. നമ്മുടെ മുഖം കണ്ടപ്പോ ഇതിൽ കൂടുതലൊന്നും വാങ്ങിക്കത്തില്ലെന്നും വിചാരിച്ചിരിക്കുക. നിക്ക് ഇതൊക്കെ ചെറിയ ഫ്രിഡ്ജാണല്ലോ, വലിയ ഫ്രിഡ്ജില്ലേ ഇവിടെ? ഉണ്ടല്ലോ മാഡം. 60,000 മുതൽ 1 ലക്ഷം വരെ വിലയുള്ള ഫ്രിഡ്ജ് ഉണ്ട് മാഡം. അതെന്താ താനാണ് ഞങ്ങൾക്ക് വാങ്ങിച്ചിരുന്നേ? വിലയെ കുറിച്ച് ഇയാൾക്ക് എത്ര ആശങ്ക? വലിയ ഫ്രിഡ്ജ് ഉണ്ടാ കാണിക്ക്. ഓക്കെ മാഡം. അല്ല പിന്നെ എല്ലാരും എന്റെ ചേട്ടന്റെ സ്വഭാവക്കാരാ. ഒരു സാധനം നോക്കുന്നവരെ ബഡ്ജറ്റിൽ അങ്ങ് തീരുമാനിക്കും. മാഡം അത് വേൾപൂൾ, അത് അതൊക്കെ സാംസങ്. ഞങ്ങൾക്ക് വായിക്കാൻ അറിയാം. അതൊന്ന് തുറന്നു കാണിച്ചാ മതി. ആ ശരി ശരി. ഒന്ന് നോക്കേ ലക്ഷ്മി, ഇങ്ങ് വാ. ഒരു മിനിറ്റ്. എന്താ? നീ അങ്ങോട്ട് നോക്ക്. ഹായ്. ഹായ്. ലക്ഷ്മി, ഈ ടിവിയിലെ സീരിയലൊക്കെ സിനിമ കാണുന്ന പോലെ കാണാലോ. അവരെടുക്കുന്ന സാരിയൊക്കെ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതെയോ? ഇതിനെന്താ വില? 2 lakhs മാഡം. 2 ലക്ഷോ? യെസ് മാഡം. ഫിക്സഡ് പ്രൈസ് ആണോ? ഇതിനേക്കാൾ വില കുറഞ്ഞ താഴത്തെ ഫ്ലോറിലാണ് മാഡം. ഇയാളെന്തോ കുറഞ്ഞത് മാത്രം വിൽക്കാൻ നിൽക്കുവാണോ? എപ്പോ നോക്കിയാലും കുറയ്ക്കുന്ന കാര്യം പറയുന്നേ. ഹലോ സർ, എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. സാംസങ് യെസ് മോട്ടോർ സൈക്കിൾ. അയ്യോ ഗായത്രി, ഞാൻ എന്ത് മനസ്സിൽ വിചാരിച്ചു അത് തന്നെ നീ ഇപ്പൊ പറഞ്ഞ. ശരിയാ, ബൈക്ക് വാങ്ങിച്ച ഞങ്ങൾക്ക് 2 പേർക്കല്ലേ പോകാൻ കഴിയൂ. കാറാവുമ്പോ വീട്ടിലെ എല്ലാവർക്കും കൂടെ പോകാലോ, അല്ലേ? പിന്നെ അമ്മാനെ AC ഒന്ന് കൂട്ടി വെച്ചേ. ഓക്കെ മാഡം. ഏയ് നോക്ക് ഗായത്രി, പുകയുടെ മണം പോലും മൂക്കിലോട്ട് കേറുന്നില്ല. ഹലോ, വണ്ടി ഒന്ന് നിർത്താമോ? എന്തിനടി? കാർ അങ്ങേരെ വാങ്ങിച്ചു തന്നാലും പെട്രോള് നമ്മൾ തന്നെ അടിക്കേണ്ടി വരില്ലേ? പിന്നെ നമുക്ക് പറ്റിയത് കാറും ബൈക്കും ഒന്നും അല്ലെന്നേ. സ്വർണം വാങ്ങിച്ചു വെച്ചാ മതി. അതാവുമ്പോ മെയിന്റനൻസ് ചെലവുമില്ല. ഈ ഷോപ്പോ? താനല്ലേ പറഞ്ഞത് ഏതെങ്കിലും നല്ല ജ്വല്ലറി പോവാന്ന്? ഏതെങ്കിലും ജുവലറി എന്നാ ഞാൻ പറഞ്ഞത്. ഇത് വേണ്ട. അതെന്താടു? ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഷോപ്പ്. ഇവിടെ കിട്ടാത്ത ഡിസൈൻസ് ഇല്ല. സർ, അത് ഇനി തനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേറെ എവിടെ നോക്കാം. കം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. മോൾക്ക് എന്താ വേണ്ടച്ച കാണിച്ചു ഓക്കെ കൊടുക്കും. സർ, ഡയമണ്ട് സെക്ഷൻ ആ ഭാഗത്താ. പ്ലീസ് കം. അതെ, ടേക്ക് യുവർ ഓൺ ടൈം. ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്നെ വിളിക്കുക. ഞാൻ അവിടെ കാണും. ഓക്കെ? മാം, ദിസ് ഇസ് അവർ മാനേജർ. നമസ്കാരം മാഡം. താങ്ക് യു. പ്ലീസ്. അതൊന്ന് കാണിച്ചേ. ഷുവർ മാഡം. ഇതിന് എത്ര വരും? മാഡം സെലക്ട് ചെയ്തല്ലോ, വില കാര്യമാക്കണ്ട. ഏറ്റവും കുറഞ്ഞ പ്രൈസിന് ഞങ്ങൾ തന്നു. അതൊന്ന് കാണിക്കാവോ? അത് ഓൾഡ് ഫാഷനാ മാഡം. അത് നോക്കിക്കോളൂ. ഇതാ ലേറ്റസ്റ്റ് ഡിസൈൻ. ഇരിക്കും മാഡം. സ്വർണം വാങ്ങിച്ചു വെച്ചാ മതി. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ഇതും ഔട്ട് ഓഫ് ഫാഷൻ ആവില്ലേ? അതോർത്ത് വിഷമിക്കുന്ന മാഡം.
പഴയ സ്വർണ്ണം നിങ്ങൾ കൊണ്ടുവന്നാല് ഞങ്ങൾ എടുത്ത് പുതിയ ഡിസൈൻ തരാം. മേഡം, കുറച്ച് ശ്രദ്ധിച്ചു കൊടുത്തൂടെ നിനക്ക്? വേഗം പോയി വേറെ ജ്യൂസ് കൊണ്ടുവാ. സോറി മാഡം, സോറി. എന്താ മോൾക്ക് ഇഷ്ടായോ? ഇല്ല സർ, എന്താ വേണ്ടെന്ന് തീരുമാനിക്കാൻ എനിക്ക് ഒരു ദിവസം കൂടി സമയം തരണം. 4 ദിവസം കഴിഞ്ഞാൽ കമ്പനിയുടെ ബോർഡ് മീറ്റിംഗാ സിംഗപ്പൂരിൽ. പിന്നെ 6 മാസം കഴിഞ്ഞാൽ തിരിച്ചു വരുള്ളൂ. വേഗം ഒരു തീരുമാനം എടുക്കണം. വാ. ഓക്കെ സർ. അഭി, ഹലോ. ഹായ്, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? എക്സൈറ്റ്മെന്റ് കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. യുനോ, എന്റെ US വിസ അപ്രൂവൽ ആയി. താങ്ക്സ്. ഡ്രൈവിന് പോയാലോ? Wow, nice. Yay! My God, this is like heaven. Superb. So, ഏതാ യൂണിവേഴ്സിറ്റി? Stanford. It's a beautiful place, no? 2 times I had missed. Finally, I got it. Hey, wait a second. ഞാൻ നിനക്ക് വാങ്ങിച്ചൊരു ചെറിയ ഗിഫ്റ്റ്. Open. Yeah. ഇഷ്ടായില്ലേ? It's beautiful. ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചു. നിനക്ക് എന്താ ഇഷ്ടാവെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരുപാട് ആലോചിച്ചു. പിന്നെ നിനക്ക് ഇഷ്ടമുള്ള ലാപ്ടോപ്പിന് വേണ്ടി ഒരു ബാഗ് വാങ്ങിച്ചു. How is it? ഇയാൾക്ക് ഇത് ഇത്ര ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാ വിൽക്കുന്നേ? ഇതിനേക്കാൾ ഇഷ്ടപ്പെടുന്ന ഒരാളിന് വേണ്ടി. നന്നായിട്ടുണ്ട്. It's very nice. Thank you so much. ഫ്രണ്ട്സ് തമ്മിൽ നോ താങ്ക്സ് നോ സോറി. ഞാനൊരു സർപ്രൈസ് തരുന്നുണ്ട്. Really? What? നാളെ എവിടെ ഉണ്ടാവും? Shopping. I have so much to shop. Hey, കണ്ടിട്ടി. Yeah, I've always loved that store. ആരാ നോക്കി? Oh my God. ഇതിൽ നിന്നെയാണല്ലോ കാണിക്കുന്നേ. ഇതെന്ത് സർപ്രൈസാ? അഭി എനിക്ക് സർപ്രൈസ് തരുമെന്ന് പറഞ്ഞിരുന്നു. കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. Oh, he's not answering. Hey, let's go down. Okay. Superb. ചെത്തിച്ചോപ്പിന്നഴകെ നീ പെൺമണിയെ നെഞ്ചിൽ കൂടൊരുക്കാം എന്നും എന്റേതായിടാൻ ചങ്കിൽ ചെങ്കിലകൊട്ടും നീ പെൺകൊടിയെ മണ്ണിൽ വിണ്ണൊരുക്കാം എന്നും എന്റേതായിടാം എന്നെന്നും എന്റേതല്ലേ നീ കനലാനാൻ റെഡിയാണ് കളിയാകാൻ പോരാമോ എന്നുയിരിൻ കാവലാക്കുമോ കെട്ടില്ലമ്മ നീയാണൻ കോട്ടയിലമ്മ കെട്ടില്ലമ്മ പണ്ടേ മനസ്സ് തൊട്ടാലമ്മ എടിമിന്നൽ കണ്ണുടയ്ക്കും പ്രേമലോകം വാഴും കണ്ണമ്മ കെട്ടിലമ്മ നീയാണൻ കോട്ടയിലമ്മ കെട്ടിലമ്മ പണ്ടേ മനസ്സ് തൊട്ടാലമ്മ ഇടിമിന്നൽ കണ്ണുടയ്ക്കും പ്രേമലോകം വാഴും കണ്ണമ്മ കെട്ടിലമ്മ നീയാണൻ കോട്ടയിലമ്മ കെട്ടിലമ്മ പണ്ടേ മനസ്സ് തൊട്ടാലമ്മ ഇടിമിന്നൽ കണ്ണുടയ്ക്കും പ്രേമലോകം വാഴും കണ്ണമ്മ. നിന്നെ ഫസ്റ്റ് ടൈം ഞാൻ കണ്ടപ്പോ എന്റെ ലൈഫിൽ ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ആളാകുമെന്ന് ഞാൻ കരുതിയില്ല. എന്നും പഠിക്കാനായി നേരത്തെ എഴുന്നേറ്റെന്ന് ഞാൻ ഇപ്പൊ നിന്റെ ഗുഡ് മോർണിംഗ് മെസ്സേജിന് വേണ്ടി മാത്രമാണ്.
അതിരാവിലെ എഴുന്നേക്കുന്നു. എപ്പോഴും മാർക്സിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഞാൻ നിന്റെ കോംപ്ലിമെന്റ്സിന് വേണ്ടി മാത്രം കഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ എന്റെ സ്വപ്നങ്ങളിൽ മുഴുവൻ നീയായിരുന്നു ഐറ. യു ആർ മൈ വേൾഡ്. ഐ ലവ് യു. I love you so much. Just say yes. 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 Stop this, Abhi. Stop it, Abhi. Stop. Ira, I love you. സാർ, പൈസ റെഡിയാണോ? ഒരു 20,000 രൂപയുടെ കുറവുണ്ട്. എടോ, എന്നോട് ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ പറയുന്ന കേക്കൂ. ഞാൻ എന്റെ പരമാവധി ശ്രമിച്ചു. ഇതിൽ കൂടുതൽ ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല. തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്തെങ്കിലും സംഭവിച്ചോ ഇനി എന്നെ പറയരുത്. ഞാൻ വെക്കാം. ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ ഒരുപാട് ശ്രമിച്ചു. എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, എന്നെ കൊണ്ട് കഴിയില്ല. ഇപ്പൊ 3 ദിവസമായി. അയാൾ മരിച്ചു പോവും. ഞാൻ നിന്റെ കാല് പിടിക്കാം. അവനെ വിട്. അവൻ എവിടാണെന്ന് പറ. ശരി, പണം ഒരു ചെറിയ ബാഗിലാക്കി 12 മണിക്ക് ആൾവാൾ റെയിൽവേ സ്റ്റേഷനിലെ ബ്രിഡ്ജിന് മുകളിൽ കൊണ്ടുവന്ന് വെക്കും. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഞാനുണ്ടാകും. പൈസ ബ്രിഡ്ജിൽ കൊണ്ടുവച്ച വിശ്വനാഥനുള്ള സ്ഥലം ഒരു കടലാസിലെഴുതി ഞാനിരിക്കുന്ന ബെഞ്ചിൽ വെച്ചിരിക്കും. ദാസ് ദാസ് വെറുതെ വെള്ളമടിച്ച് പോകാൻ കിടക്കി. എന്ത് പറ്റി സാർ? നിങ്ങൾ എവിടെ പോവാ? എവിടാ ഉള്ളേ? അത്യാവശ്യമായിട്ട് കാണണം. സായി, നിനക്ക് ഓർമ്മയുണ്ടോ
നീ കുട്ടിയായിരുന്നപ്പോ നിന്നെ ഞാനാ സ്കൂളിൽ കൊണ്ടുപോയിരുന്നത്. ഒരു ദിവസം അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് നിനക്കൊരു 100 രൂപ കളഞ്ഞു കിട്ടി. സൂക്ഷിച്ചു വെച്ചു, ദേവി തന്നതാ എന്ന് ഞാൻ പറഞ്ഞപ്പോ, ഈ പൈസ നമ്മുടെ അല്ലല്ലോ, അത് അതിന്റെ ഉടമസ്ഥന് ദേവി തന്നെ തിരിച്ചു കൊടുത്തോളുമെന്ന് പറഞ്ഞ് നീ അത് ഭണ്ഡാരപ്പെട്ടി കൊണ്ടിട്ടു. അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു നീ. പിന്നെ എപ്പോഴാടാ നീ ഇങ്ങനെയായി പോയത്? എനിക്കറിയില്ല, എവിടെ വെച്ചോ ഞാൻ വഴി മാറിപ്പോയി. ജീവിക്കാൻ പഠിച്ചു, പക്ഷെ ഒരു മനുഷ്യനായി ജീവിക്കാൻ പഠിച്ചില്ല. ഗാന്ധിജിയുടെ ആത്മകഥ എനിക്ക് വായിക്കാൻ തന്നത് അങ്കിളാണ്. അത് വായിച്ചതിന് ശേഷം ഞാൻ കതിരിടാൻ തുടങ്ങി, വെജിറ്റേറിയനായി, ചെറിയ കാര്യങ്ങൾക്ക് പോലും കള്ളം പറയാതെയായി. കളിയായിട്ടാണെങ്കിലും ആൾക്കാരെന്നെ ബാപ്പുജി എന്ന് വിളിച്ചു. കുറെ കഴിഞ്ഞപ്പോഴാണ് മഹാത്മാക്കളും സാധാരണ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായത്. തലയിൽ തോക്കുന്നം വെച്ചപ്പോഴും ഗാന്ധിജി വഴിമാറിയില്ല. ഒരു ചെറിയ തലവേദന വന്നാൽ പോലും നമ്മൾ സാധാരണ മനുഷ്യര് എളുപ്പവഴികൾ അന്വേഷിക്കും. കള്ളം പറഞ്ഞും കള്ളത്തരങ്ങൾ ചെയ്തും നെറികെട്ട ജീവിതം ജീവിച്ചും ഞാനിപ്പോ ഇങ്ങനായി. നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? ഇതില് 1,30,000 രൂപയുണ്ട്. കഴിയുമെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അങ്കിൾ ഈ രൂപ വിശ്വനാഥന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാനില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി എല്ലാം തുറന്നു പറയാൻ പോവാ. ഇപ്പോഴും നീ നിന്റെ കുടുംബത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല. വരട്ടെ, നമുക്കൊന്നുകൂടെ അന്വേഷിക്കാം. എന്നിട്ട് നടന്നില്ലെങ്കിൽ നമുക്ക് അപ്പം ആലോചിക്കാം. ആട്ടെ, നിനക്ക് ദാസിന്റെ വീട് അറിയൂ? ചിലപ്പോ സേട്ടൻ അറിയായിരിക്കും. എന്തിനാ ഇങ്ങനെ വിളിക്കുന്നേ? സാർ അതൊന്നുമല്ല സാർ, വിശ്വാസ് സാറിന്റെ മോള് സാറിനെ കാണാൻ കാത്തിരിക്കുന്നു. ശരി, ഞാൻ എത്താൻ വൈകും. ഫ്രീ ആയാലുണ്ടെ ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞ് പറഞ്ഞയച്ചേക്ക്. ഓക്കെ? സന്തോഷവും സമാധാനവും എവിടെയാ ഉള്ളതെന്ന് ഞാൻ കുറെ അന്വേഷിച്ചു നോക്കി. പിന്നെ എനിക്ക് മനസ്സിലായത് ഞാൻ അന്വേഷിക്കുന്ന സന്തോഷം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന്. സന്തോഷവും സമാധാനമൊക്കെ തന്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്. പിന്നെ അതിൽ കൂടുതൽ ഒരാൾക്ക് എന്താ തരാൻ പറ്റുക? എനിക്ക് അങ്ങനെ പോരാ സർ. ഇന്നലെ ജുവലറിക്കാര് നമ്മളോട് പെരുമാറിയത് സാറിന് ഓർമ്മയില്ലേ? എനിക്ക് വേണ്ടത് ആ ഒരു റെസ്പെക്ട് ആണ്. സാർ ഇന്ന് വലിയൊരു നിലയിലല്ലേ? സാറ് വിചാരിച്ച എന്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി തരപ്പെടുത്താൻ പറ്റില്ലേ? എന്താ തന്റെ ഹസ്ബൻഡിന്റെ ക്വാളിഫിക്കേഷൻ? ആള് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 2nd ക്ലാസ്സിൽ. പക്ഷെ മിടുക്കനാ, നല്ല എനർജറ്റിക്കാ, ബിസിനസ്സിൽ നല്ല സാമർഥ്യ. സാറിന് ആളെ വിശ്വസിക്കാം. ഞാൻ പറയുന്നത് സത്യമാണ് സർ. തന്റെ ഹസ്ബൻഡ് 2nd ക്ലാസ് പാസ്സായി എന്നൊക്കെ എന്തൊരു ആവേശത്തിലാ താൻ പറയുന്നത്. പക്ഷെ തന്റെ കാര്യോ കോളേജിൽ ഫസ്റ്റ്, ഗോൾഡ് മെഡലിസ്റ്റ്, ഇങ്ങനെയൊക്കെ ആയിരുന്ന ആളല്ലേ. എന്നിട്ട് അതേപ്പറ്റി അക്ഷരം പോലും താൻ പറഞ്ഞില്ലല്ലോ. കല്യാണം കഴിഞ്ഞതോടെ പഠിപ്പിന്റെ കാര്യമൊക്കെ ഞാനങ്ങ് മറന്നു. മറന്ന ചിലതൊക്കെ വീണ്ടും ഓർത്തെടുക്കേണ്ട സമയമായി. തന്റെ ഹസ്ബൻഡിനല്ല, തനിക്കാണ് ഞാൻ ജോലി ഓഫർ ചെയ്യുന്നത്. നോ സർ, ഞാൻ പറഞ്ഞത് സാറിന് മനസ്സിലായില്ലേ? ജോലി എനിക്കല്ല വേണ്ടത്, എന്റെ ഹസ്ബൻഡിന്. ഞാനിപ്പോ ജോലിക്ക് പോകാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല സർ. തനിക്ക് നന്നായി ചെയ്യാൻ കഴിയാവുന്ന ഒരു ജോലിയാണ് ഞാൻ ഓഫർ ചെയ്യാൻ പോകുന്നത്. സിംഗപ്പൂരിൽ എന്റെ മകന്റെ ബയോടെക് കമ്പനിയിൽ ഒരു ഓപ്പറേഷൻ മാനേജറുടെ വേക്കൻസി ഉണ്ട്. ഞാൻ നോക്കുമ്പോ താനാണ് ആ ജോലിക്ക് പറ്റിയ ആൾ. ബോർഡ് മീറ്റിംഗിൽ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. സർ, എന്റെ മക്കള് വളർന്നു വരികയാ. ഈ സമയത്തല്ലേ സർ ഞാൻ അവരുടെ കൂടെ വേണ്ടത്? ഇത് വളരെ നല്ലൊരു ഓഫറാണ്. പക്ഷെ ജോലി സിംഗപ്പൂരിലല്ലേ? ഈ ജോലി എന്റെ ഹസ്ബൻഡിന് കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ വിടില്ല. എന്റെ വീട്ടുകാരിതിനെ സമ്മതിക്കില്ല സർ. ഇപ്പൊ ഇത് വേണ്ടെന്ന് വെച്ചാല് പിന്നീട് ഒരിക്കൽ എനിക്ക് ഇങ്ങനെ ഓഫർ തരാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, എന്താ മോളുടെ ഫാമിലി വിടില്ലെന്ന് പറയാൻ കാരണം? എനിക്കറിയാം എന്റെ ഹസ്ബൻഡിന്. വീട്ടിൽ വരുമ്പോ തന്നെ എന്നെ കണ്ടില്ലെങ്കിൽ അപ്പൊ തുടങ്ങും വെപ്രാളം. ഇങ്ങനെ ഒരാൾ എന്നെ അത്രയും ദൂരം അയക്കുമെന്ന് തോന്നുന്നുണ്ടോ? താനൊന്ന് വിളിക്ക്, ഞാൻ സംസാരിച്ചു നോക്കാം. ഹലോ, ഞാൻ അന്ന് എന്നെ പഠിപ്പിച്ച
ഒരു പ്രൊഫസറുടെ കാര്യം ഏട്ടനോട് പറഞ്ഞിരുന്നില്ലേ? ആ സാർ ഇപ്പൊ എന്റെ അടുത്തുണ്ട്. ആൾക്ക് ഏട്ടനോട് എന്തോ സംസാരിക്കണോന്ന്. ഹലോ, ഒരു പ്രധാന കാര്യം പറയാനാണ് വിളിച്ചത്. ഗായത്രിക്ക് നല്ലൊരു ഓഫർ ഞാൻ കൊടുത്തിട്ടുണ്ട് സിംഗപ്പൂരിൽ. അതിന് നിങ്ങൾ അവളെ വിടില്ല എന്ന് പറഞ്ഞു. അവളത് വേണ്ടാന്ന് നിൽക്കുകയാണ്. ഓക്കെ ഹോൾഡ് ഓൺ. ആൾക്ക് കാര്യത്തിന് ഗൗരവം മനസ്സിലായി. എന്നോട് നന്ദിയൊക്കെ പറഞ്ഞു, സമ്മതിക്കുകയും ചെയ്തു. സംസാരിച്ചോളൂ. ഹലോ, സാർ എന്താ പറഞ്ഞതെന്ന് ശരിക്കും കേട്ടോ? ചേട്ടൻ എന്താ ഈ പറയുന്നത്? നിങ്ങൾ എല്ലാരും വിട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് സിംഗപ്പൂരിലേക്ക് പോവാനോ? ശരി, ഇത് നമുക്ക് വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം. ഓക്കെ, വീട്ടിലെത്തിയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു ഏട്ടൻ. ഓക്കെ ഏതായാലും തന്റെ പാസ്പോർട്ട് റെഡിയാക്കുന്നുണ്ട്. പോയാലും പോയില്ലെങ്കിലും ഒരു പാസ്പോർട്ട് ഉണ്ടാവുമല്ലോ. ഓക്കെ, ബൈ. എന്നാ വരട്ടെ സാർ. ചേട്ടാ, ഒരു കൊച്ചുകുട്ടിയെ കാണാനില്ല. വായിച്ചിട്ട് ഇത് ഫ്രണ്ട്സിന് കൊടുക്കണേ. ചേച്ചി, ഇത് വായിച്ചിട്ട് ഫ്രണ്ട്സിന് കൊടുക്കൂ പ്ലീസ്. ചേട്ടന്മാരെ, ഇത് വായിച്ചിട്ട് ഫ്രണ്ട്സിന് കൊടുക്കണേ. അങ്കിൾ, ചേച്ചി, ഇത് വായിച്ചിട്ട് മറ്റാൾക്കാരോടും പറയണം. ഇത് പാംഫ്ലെക്റ്റാ, വേസ്റ്റ് പേപ്പർ അല്ല കേട്ടോ. ഓ, ഇത്ര സീരിയസ് ആയിരുന്നോ? എങ്കിൽ മാറ്ററും സീരിയസ് ആയിരിക്കുമല്ലോ. പേര് വീർ, കാണുവാനില്ല. അനീന എന്റെ ഫ്രണ്ട്, പാവം, കളിച്ചോണ്ടിരുന്നപ്പോ കാണാതെ ആയതാ. കളിച്ചോണ്ടിരിക്കുമ്പോ കാണാതായിരുന്നു. ചുറ്റുപാടും നോക്കി. അവരോരോരുത്തരും ഓരോ പ്രശ്നങ്ങളുമായിട്ടാ പോകുന്നത്. ഒരു കൊച്ചുകുട്ടിയെ കാണാതെന്ന് പറയുമ്പം അവരാരും അത് സീരിയസ് ആയിട്ട് എടുക്കാതെ സ്വന്തം കാര്യം നോക്കി പോകത്തേ ഉള്ളൂ. കണ്ണീരുപോ ഉരുകി നീയും കണ്ടെത്തിയോ കനിവിൻ തീരം. എവിടെയാണു ഹരിതഭൂമി? നൊന്തു പിടഞ്ഞു ഞാനും. അകലെ ഏതു താരകം തുണയായി വന്നെത്തും. കരയുന്നുവോ കരളെന്തിനോ അറിയുന്നു ഞാൻ. നീ തന്നെ ലോകം. അന്നെന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ വേണ്ടി ഒരു ദാസനെ വിട്ടിരുന്നില്ലേ? അയാളെ അന്വേഷിച്ചു വന്നതാ. അവര് പഠിച്ച് വീല എവിടെങ്കിലും പോയി കിടപ്പുണ്ടാവും. ഇനി പുറത്തു പോയാലോ എവിടെന്നെങ്കിലും മോട്ടി ചാക്രി സാധനങ്ങളുമായി തിരിച്ചു വരും ഇവിടെ വിൽക്കാൻ. ചിലപ്പോ സിംഗപ്പൂരിൽ എനിക്കൊരു ജോലി കിട്ടിയാ ഞാൻ അങ്ങോട്ട് പോണോ വേണ്ടയോന്ന് അറിയാനോ. കൃഷ്ണ തിയേറ്ററിന്റെ പിന്നിലെ ചേരിയിൽ അവർ താമസിക്കുന്നത്. അവരെ ചെന്ന് കണ്ടാ ചിലപ്പോ വില കിട്ടുമായിരിക്കും. ഞാൻ എത്ര തവണ പറഞ്ഞെന്നോ അതിനോട് വീട്ടിൽ പോയിക്കൊള്ളാൻ. അച്ഛൻ വന്ന് അച്ഛന്റെ കൂടെ പോകുന്നുള്ള വാശിയില്ല. 10 വർഷം അവിടെ താമസിച്ച് അപ്പ വിശേഷങ്ങൾക്ക് വരികയും പോവുകയും ചെയ്താ ഞാൻ അവരുടെ അമ്മയാണെന്നുള്ള കാര്യം മറന്ന് എന്നെ ഒരു അകന്ന ബന്ധുവായിട്ടേ കണക്കാക്കും അവര്. ഏതു നിൻ കുറ്റം ചൊല്ലാമോ? നിൻ സ്വന്ത ദേശം പിരിയുന്നു. ഇങ്ങനെ പറയാതെ വീട്ടിൽ നിന്ന് വന്ന അമ്മ വിഷമിക്കില്ലേ? എന്റെ അച്ഛൻ എപ്പോഴാ വരിക? ഏതു നിൻ കുറ്റം ചൊല്ലാമോ? നിൻ സ്വന്ത ദേശം പിരിയുന്നു. മാഞ്ഞുവെന്നോ മഴകളെല്ലാം പോയോ നീ നീർമേഘമേ. കാറ്റുപോലെ അയനം എങ്ങു തീരുമോ ഇനി? What is this? നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ മരിക്കാൻ പോവാം. നീ ജീവിക്കോ മരിക്കോ എന്ത് വേണേലും ചെയ്തോ. ഇനി
മുതൽ എന്നെ വിളിക്കുകയോ ഓൺലൈനിൽ ഫോളോ ചെയ്യുകയോ ചെയ്താൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തതിന്റെ ലൈഫ് സ്പോയിലോ. ആൻഡ് ഐ വിൽ നോട്ട് വാൺ യു അഗൈൻ. ഇത് വായിച്ചിട്ട് ഫ്രണ്ട്സിന് കൊടുക്കണേ. ശരി. താങ്ക് യു അങ്കിൾ. അങ്കിൾ എഴുതിയോ? നീ ശരിയാകത്തില്ല. എന്തു പറ്റി അങ്കിൾ? ഇതൊന്നും ആരും തിരിഞ്ഞു നോക്കില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഈ പാംഫ്ലെറ്റുകളൊക്കെ എനിക്ക് റോഡിലും ഫുട്പാത്തിലും അങ്ങനെ പല സ്ഥലത്തൊന്നും കിട്ടിയതാ. സ്വച്ഛ ഭാരത് ആ പറയുന്നതിന് പോലും ഒരു വിലയും കൊടുക്കാതെ വഴിയിൽ വലിച്ചെറിഞ്ഞതാ. വഴിന്ന് കിട്ടിയതാ? ചേച്ചി ഇത് വായിച്ചിട്ട് ഫ്രണ്ട്സിന് കൊടുക്കണേ. അങ്കിൾ ഇതൊന്ന് വായിച്ചിട്ട് ഫ്രണ്ട്സിന് കൊടുക്കും. ഈ പാംഫ്ലെറ്റ് കൊണ്ടൊന്നും മനുഷ്യരുടെ മനസ്സ് മാറാൻ പോകുന്നു. ഇതങ്കിളിന് എവിടുന്ന് കിട്ടിയതാ? വീടിനടുത്ത് ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന്. നീ ദാസിന്റെ മോനെ? ആരെ? എന്താ വേണ്ടത്? ദാസ് എവിടാന്ന് അറിയാൻ വേണ്ടി വന്ന. അയാളെ കുറിച്ച് എന്നോടൊന്നും ചോദിക്കണ്ട. ഞങ്ങൾ ഒരുമിച്ചല്ല പൊറുക്കണത്. അല്ല അയാളുടെ കാര്യം ചോദിച്ചോണ്ട് നിങ്ങൾ എന്തിനാ എന്നെ വെറുതെ ശല്യപ്പെടുത്തുന്നത്? അപ്പൊ ഉണ്ടോന്ന് പോലും എനിക്കറിയാൻ മേലെ. നീ വാടാ. അയാള് ഫോൺ വിളിക്കുക വല്ലതും ചെയ്തിരുന്നോ? ഫോണോ? എനിക്കെവിടെ ഫോണ്? നോക്ക്. എന്റെ പൊന്നു സാറേ, എന്നെ വെറുതെ വിട്ടാരെ. അയാൾ എവിടെ ഉണ്ടാവുമെന്ന് ദൈവത്തിന് പോലും അറിയില്ല. കയ്യിലിരിപ്പിന്റെ കുണം കൊണ്ട് ഏതെങ്കിലും ജയിലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും കുടിച്ചു കിടക്കുന്നുണ്ടാവും ബോധമില്ലാതെ. ഉണ്ടാക്കി കൊച്ചിനൊന്ന് കാണാൻ പോലും വരാറില്ല. ദാസിന്റെ കൂടെ ഉയരം കുറഞ്ഞിട്ട് മെലിഞ്ഞൊരുത്തനില്ലേ, അവനെ അറിയോ? ആ മഹാഭാവിയാ അങ്ങേരെ ഇത്ര ചീത്തയാക്കിയത്. അല്ല, അവൻ എവിടാന്നൊന്ന് പറഞ്ഞുതരാം. അങ്കിൾ ഒരു ചെറിയ കുട്ടി ഇതുപോലത്തെ പേപ്പറുമായിട്ട് ഇവിടെ എങ്ങനെ വന്നിട്ടുണ്ടോ? ഒരു അത്യാവശ്യ കാര്യമാണ്. ആ കാണുന്നത് അയാളുടെ വീട്. സാറ് പോലീസാ? നിങ്ങൾ അതല്ലേ പറയൂ. അയാളെ പിടിച്ചോണ്ട് പോയി അവിടെ തന്നെ ഇട്ടേരെ. കുറച്ച് പഠിക്കട്ടെ. അങ്കിൾ ഇതുപോലത്തെ പേപ്പറുമായി നടക്കുന്ന ഒരു കുട്ടിയെ കണ്ടിട്ടുണ്ടോ? എവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അവനെവിടെയുണ്ടെന്ന് അറിയാവോ? ആദ്യം ഐശ്വര്യമായി ദക്ഷിണ വെക്ക്. ഇത്രേ ഉള്ളൂ. എന്റെ ഇനിയും കൊറേ പൈസ ഉണ്ട്. വീട്ടിലെ കാശ് കൊടുക്കാൻ നിറയെ പൈസയാ. അത് മൊത്തം ഞാൻ നാളെ കൊണ്ടുവരാം. പ്ലീസ് അവൻ എവിടെയുണ്ടെന്ന് പറയാവോ? ഓം ക്രീം ഹ്രീം. കുട്ടി എവിടെയാണുള്ളത്? കാട്ടിത്തരൂ അമ്മേ, കണ്ണിൽ കാട്ടിത്തരൂ, കാട്ടിത്തരൂ. ദേവിയേ, കിട്ടിപ്പോയി. ക്ഷേത്രത്തിൽ ചെന്ന് അമ്മയെ നമസ്കരിക്കുക. കുട്ടി എതിരെ വരും. താങ്ക് യു അങ്കിൾ. താങ്ക് യു. താങ്ക് യു അങ്കിൾ. സാറെന്നും ചെയ്യരുത്. കാല് പിടിക്കാം. എന്നെ വിട്ടേക്ക് സാർ. പറയടാ, വിശ്വാസിനെ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? വിശ്വാസം ആരാ സാറേ? എനിക്കറിയില്ല. പിന്നെ എന്തിനാ നീ എന്നെ കണ്ടപ്പോ ഓടിയത്? അന്ന് ബൈക്കിന്റെ കാര്യത്തിൽ ഉടക്കിയില്ലേ, അതിന് പകരം വിട്ടാൻ വന്നാണെന്നാണ് വിചാരിച്ചത്. എനിക്കൊന്നും അറിയാൻ പാടില്ല സാർ. എന്നെ വിട്ടേക്ക് സാർ, പ്ലീസ് സാർ. ഇന്നിപ്പോ വിശ്വാസിനെ കാണാതായിട്ട് 5 ദിവസമായി. നിനക്ക് അവൻ എവിടെ ഉണ്ടെന്ന് സത്യം അറിയെങ്കിൽ പറയടാ. അവൻ എവിടെയെങ്കിലും കിടന്ന് ചത്തുപോകും. നിനക്ക് കാശാണോ വേണ്ടത്? ഞാൻ തരാം. 1.5 ലക്ഷം വേണോ? 2 ലക്ഷം വേണോ? അല്ലേ നിനക്ക് എത്ര വേണമെന്ന് പറ. അവൻ എവിടെ ഉണ്ടെന്ന് പറയടാ. പറയാമെങ്കില്. എനിക്കൊന്നും അറിയില്ല സാറേ. എത്ര കാശത്തിന് കാര്യമില്ല. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അവൻ. അവന്റെ ആ ആക്രി സാധനങ്ങൾ വിറ്റു കൊടുക്കാൻ എന്നോട് പറഞ്ഞായിരുന്നു. അത് വാങ്ങാൻ ഞാൻ ആളെയും ഉണ്ടാക്കി. അവര് വന്നപ്പോ ഞാൻ വിളിച്ച്. അവൻ ഫോൺ എടുത്തില്ല സാർ. ഇതാണ് സാർ സത്യം. ദാസന് ഇവിടെ വേറെ ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ? 2 പേരുണ്ട് സാർ. അവന്മാരെ പക്ഷെ 6 മാസമായിട്ട് ജയിലിൽ കിടക്കണം.
മോളെ ഒന്ന് നിൽക്ക്. നീ ഇത്ര പാവമായി പോയല്ലോ മോളെ. എന്തു ഞങ്ങൾ? ഞാൻ വയറ്റിപ്പഴപ്പിന് വേണ്ടി നിന്നോടൊരു കള്ളം പറഞ്ഞതാ. ആ കുട്ടി എവിടെയുള്ളതെന്ന് എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞതെല്ലാം കള്ളമാണോ? ഈ പൈസ നിങ്ങൾ തന്നെ വെച്ചോ. വീരുവിനെ കാണുകയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാ മതി. ശരി മോളെ, ഒരു മിനിറ്റ് നിൽക്ക്. ഒരു കൊച്ചു പയ്യൻ പേപ്പറും പിടിച്ച് നടക്കുന്നുണ്ടാകും. അവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 4-5 ദിവസം മുമ്പ് അൾവാളിനടുത്ത് ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ ഞാൻ കണ്ടിരുന്നു. അവന്റെ ആക്രിസാരങ്ങൾ വിറ്റുകൊടുക്കാൻ എന്നോട് പറഞ്ഞായിരുന്നു. അവനോ അടിച്ച് ഫിറ്റായി ഏതെങ്കിലും മൂലയിൽ പോയി കിടന്നുറങ്ങുണ്ടാവും. ഇനി പുറത്തു പോയാലോ എവിടെന്നെങ്കിലും മോട്ടിച്ച് ആക്രിസാരങ്ങളുമായി തിരിച്ചു വരും ഇവിടെ വിൽക്കാൻ. ഹലോ, ഈ മീറ്റർ നമ്പർ വെച്ച് അഡ്രസ് കണ്ടുപിടിച്ചാ ചിലപ്പോ വിശാലിനെ കിട്ടും. ഇത്ര ദൂരം പോണെന്ന് പറഞ്ഞപ്പോ വേണ്ട, അത്ര ദൂരത്തേക്ക് പോണ്ടെന്നും പറഞ്ഞ് എന്നെ തടയുമെന്ന് ഞാൻ വിചാരിച്ചു. ചേട്ടൻ പറയുന്നത് നീ പൊയ്ക്കോ, 2 പേര് സമ്പാദിച്ച നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാലോ എന്ന്. മോൻ പറയുന്നത് അമ്മയുടെ പഠിപ്പുകൊണ്ട് ഇപ്പോഴെങ്കിലും ഉപകാരം ഉണ്ടായല്ലേ അവന് സന്തോഷായെന്ന. മോള് അമ്മ പ്ലെയിനിൽ കയറാൻ പോണെന്ന് കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് വലിയ അഭിമാനത്തിൽ ഒരു ദിവസം പോലും എന്റെ ഭർത്താവിനെയും മക്കളെയും പിരിയേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ലക്ഷ്മി. സർ, ചെൽമി സർ. കഴിഞ്ഞോ? ഫ്ലൈറ്റ് 8 മണിക്കാണ്. 5 മണിക്ക് എയർപോർട്ടിലെത്തണം. നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ? ഓ സർ, ഞാൻ സമയത്തിനെത്തിക്കും. അങ്കിൾ, ആൾവാളിന്റെ അടുത്ത് ഒരാളൊഴിഞ്ഞ കെട്ടിടത്തിൽ വീരുവിനെ കണ്ടു എന്ന് പറഞ്ഞു. സായി എഴുതിക്കൂ, എന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കൂ. വീട്ടിൽ വന്ന ഉടനെ ഹോംവർക്ക് ചെയ്യണം. ഞാൻ തിരിച്ചു വരുമ്പോ നിനക്ക് പുതിയ ഡ്രസ്സുകൾ വാങ്ങിക്കൊണ്ടുവരാം. ഹലോ അങ്കിളെ, ആ അഡ്രസ് ഇത് തന്നെയാ? എന്താ കാര്യം? ഇതെനിക്ക് റോഡിൽ കടന്ന് കിട്ടിയതാ. ഇലക്ട്രിസിറ്റി ബോർഡ് ചോദിച്ചപ്പോ ഈ അഡ്രസ്സാ എനിക്ക് തന്നത്. ഹലോ, നിന്റെ ലാപ്ടോപ്പ് റിപ്പയറിന് കൊടുത്തിരിക്കുകയാണല്ലോ. അല്ലെങ്കിലും അത് പഴയതായി. നിനക്ക് എന്തായാലും പഠിക്കാൻ ലാപ്ടോപ്പ് അത്യാവശ്യമാണ്.
ഇല്ല. ഞാൻ പോയി കഴിയുമ്പോ എല്ലാ ദിവസവും നമുക്ക് ഫോണിൽ സംസാരിക്കാം. നിങ്ങൾ പുതിയ ബൈക്കിൽ പോകുന്നത് എന്റെ ഒരു സ്വപ്നമായിരുന്നു. അതാ ഞാൻ പുതിയ ബൈക്ക് വാങ്ങിയത്. ഞാൻ പോകുമ്പോ എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ ആരും വന്നില്ലല്ലോ. പേടിക്കാനും പേടിക്കാതിരിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല അങ്കിളെ ഞാൻ. എന്തെങ്കിലും തരണേ മോനെ. ഈ ടെൻഷൻ പിടിക്കാതെ സമാധാനമായിട്ട് അവിടൊക്കെ ഒന്നുകൂടെ അന്വേഷിക്കും. ഒരു ചായക്കുള്ള കാശുകളും താമക്കളെ. എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും മനുഷ്യൻ കിടന്നാ സുഖമായിട്ടിറങ്ങും. പക്ഷെ തെറ്റ് ചെയ്തവന് ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റില്ല. എന്തെങ്കിലും താമക്കളെ. ഒരാഴ്ചയായി അങ്കിൾ എന്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട്, എന്റെ സന്തോഷം നഷ്ടപ്പെട്ടിട്ട്, എന്റെ മാനസികാവസ്ഥ നഷ്ടപ്പെട്ടിട്ട്. എല്ലായിടത്തും നോക്കി, ഇവിടെ ആരുമില്ല. വേണ്ട, ഞാൻ എന്റെ ഭാരം എല്ലാം ഇവിടെ ഇറക്കി വെച്ചിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. ഇപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. ഒരു മറുപടി പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. എന്തെങ്കിലും താമക്കളെ മോനെ. ഈ കൊച്ചിനെ എന്തിനാ ഇങ്ങനെ തല്ലുന്നത്? ആദ്യം അതിനൊരു ആശുപത്രി കൊണ്ടുപോയി കാലിലെ മുറിവ് വെച്ച് കേട്ട് കേട്ടോ. ഈ കുട്ടി നിങ്ങളുടെ ആരാ? ഇതെന്റെ സ്വന്തം കൊച്ചുമോൻ. ആരെന്നാ പറഞ്ഞേ? ഇതെന്താ? പൈസ പൈസ പൈസ. മോന്റെ പേരെന്താ? വീർശങ്കർ. മോളുടെ പേരെന്താ? മഹിത. ഹലോ ഹലോ, നായരാണോ?
എവിടെയെങ്കിലും അവിടെയൊക്കെ പോയിരുന്നു സാർ. താൻ ഒന്നുകൂടെ അന്വേഷിക്കേ. ശരി സാർ. ഹലോ 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 സൈറമക്കൾ, ഇത് ഞാനാ സ്വാതി. അച്ഛൻ വന്നോ? ആ, അച്ഛൻ വീട്ടിലെത്തി. ഫോൺ ഞാൻ അച്ഛന് കൊടുക്കാം. എനിക്ക് തന്നോട് നന്ദി പറയാനുള്ളത്. മഹിത കാരണം ഞാൻ രക്ഷപ്പെട്ടത്. മഹിത തന്റെ മോള്, അവളെ എന്നെ രക്ഷപ്പെടുത്തിയത്. താങ്ക് യു സൈറം, താങ്ക് യു. അവര് വന്നോണ്ടിരിക്കുക സർ. ട്രാഫിക്കിൽ കുടുങ്ങിയതാവും. ഗായത്രി, വാ പോവാം, സമയായി. ഒരു 10 മിനിറ്റ് സർ. സാറ് നടന്നോ, ഞാൻ ഇപ്പൊ അങ്ങ് എത്തിക്കോളാം. ഞാൻ പൊക്കോളാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അകത്തേക്ക് വരുമ്പോ തന്റെ മുഖത്തൊരു ചിരി കൂടെ വേണം. ഓക്കെ? അങ്ങോട്ടല്ല, ഈ വഴിക്ക്. അമ്മേ, എന്ത് കോലാടാ ഇത്? എന്ത് പറ്റി നിനക്ക്? ഒന്നുമില്ല, ഓടി വന്നല്ലേ, അതിന്റെ ക്ഷീണോ. സാരല്ല. മോൻ ആകെ ക്ഷീണിച്ചു പോയല്ലോ. രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കായിരുന്നു നീ. പഠിക്കുന്നതിനിടയില് അമ്മ ഇന്ന് പോണ കാര്യം മോൻ മറന്നു പോയിട്ടുണ്ടാവുമല്ലേ? ഈ ബാഗ് പോയെന്ന് പറഞ്ഞിട്ട് അമ്മ ഒരുപാട് സങ്കടപ്പെട്ടില്ലേ? ഇതെനിക്ക് ആ പുഴയെന്ന് കിട്ടിയതാ അമ്മേ. ദൈവം അവസാനം ഇത് എത്തിക്കേണ്ടിടത്ത് തന്നെ കൊണ്ടെത്തിച്ചു. നീ വിശ്വസിക്കില്ല, പക്ഷെ ഇത് ദൈവത്തിന്റെ അനുഗ്രഹം എന്നല്ലാതെ എന്താ പറയാ. ഇത് പിടിക്ക്, കൈ നീട്ടിക്കോ. ഇതെപ്പോഴും നിന്റെ കയ്യിലുണ്ടാവണം. പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നിനക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവില്ല, പക്ഷെ ഈ അമ്മയെ വിശ്വാസമല്ലേ? ഏയ്, മോളെ കാണാണ്ട് പോകേണ്ടി വരുമെന്ന് അമ്മ വിചാരിച്ചത്. എന്റെ ചുന്ദരി കുട്ടി. അമ്മ വരുമ്പോ ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടുവരാട്ടോ. അമ്മ ഒരു 6 മാസത്തിനുള്ളിൽ വരില്ലേ? അമ്മ എല്ലാ ദിവസവും വിളിച്ച് മോളോട് സംസാരിക്കും. അമ്മയില്ലെങ്കിൽ മോക്ക് സങ്കടാവോ? സാരമില്ല അമ്മ, അച്ഛനും ചേട്ടനും ഒക്കെ ഉണ്ടല്ലോ. അവര് മതിയോ നിനക്ക്? ഉറങ്ങാൻ പോകുമ്പോ അമ്മ അമ്മ എന്ന് വിളിച്ച് കരയുന്ന ആളാ. നിന്റെ അച്ഛൻ എപ്പോഴെങ്കിലും നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ ഇനി നേരത്തെ വീട്ടിലെത്തി മക്കളുടെ കൂടെ കൂടുതൽ സമയം ഉണ്ടായിക്കൊള്ളാം. പ്രോമിസ്? പ്രോമിസ്. കൂട്ടെ, മോൾ കരയണ്ട. ആരോഗ്യം ശ്രദ്ധിക്കണം. ഭക്ഷണ സമയത്തിന് കഴിക്കണം. നീ വെറുതെ വിഷമിക്കണ്ട, ഞാനെല്ലാം നന്നായി നോക്കിക്കൊള്ളാം. നിങ്ങൾ എന്ത് നോക്കൂന്നാ? മോൾ എപ്പോഴാ എണീക്കുന്നത്? എന്നിട്ട് അവൾ എന്തൊക്കെയാ ചെയ്യാറുള്ളത്? എന്തെങ്കിലും അറിയോ ഇത്ര നാളായിട്ട്? ഇത് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാ. ഇവന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ബുക്ക് വേണം, ഡ്രസ്സ് വേണം. നിങ്ങൾ
നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഇപ്പൊ എത്ര കാലമായിട്ടുണ്ടാവും എന്ന് ഞാൻ അന്വേഷിക്കാറുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, പണ്ട് നിങ്ങൾ വീട്ടിലുള്ള സമയത്ത് പിള്ളേർക്ക് വലിയ സന്തോഷമായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ പുറത്തു കൊണ്ടുപോകും, ഒപ്പം കളിക്കും, ഉറങ്ങാൻ കിടക്കുമ്പോ കഥ പറഞ്ഞു കൊടുക്കും. ഒരു മിനിറ്റ്. ഹലോ സാർ, ഞാൻ ദാ വരുന്നു സാർ. ഓക്കെ, ശ്രദ്ധിച്ചു പോ. ചെന്ന ഉടനെ ഫോൺ ചെയ്. ഞാൻ ശ്രദ്ധിച്ചോളാം. എനിക്ക് നിങ്ങളുടെ കാര്യത്തിലേ ഉള്ളൂ. ടേക്ക് കെയർ അമ്മ. ഗായത്രി, നിന്റെ പ്രൊഫസറെ ഒന്ന് ഫോൺ വിളിച്ച് എനിക്ക് താ. എന്തിനാ? ഒന്ന് വിളിച്ചതാ. സാർ ഒരു മിനിറ്റ് സാർ. ഹലോ ഹലോ സാർ. സാർ സാർ ഞാൻ സായിറാമാണ്. സാർ, ഗായത്രി വല്ലാത്ത സങ്കടത്തിലാണ്. അവളില്ലാതെ ഞങ്ങൾ ഇവിടെ എങ്ങനെ കഴിയുന്നോർത്ത്. ഗായത്രി ഇല്ലെങ്കിലും എനിക്ക് ഇവിടെ മാനേജ് ചെയ്യാൻ കഴിയും. മോളുടെ മുടി കെട്ടിക്കൊടുത്ത് സ്കൂളിലേക്ക് വിടാനും വീട് ക്ലീൻ ചെയ്ത് വെക്കാനും രാത്രി പഠിക്കുമ്പോ മോന് കട്ടൻ കാപ്പി ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ പറ്റും സാർ. ഈ പിള്ളേരുടെ കൂടെ കളിക്കാനും ഒക്കെ. എനിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ആർക്കും ഒരു കുറവുമില്ലാതെ വീട് നന്നായി നോക്കാൻ കഴിയും സാർ. അവളില്ലാത്തൊരു കുറവ് അറിയിക്കാതെ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയും. സാർ എപ്പോഴും പറയാറില്ലേ, ഒരാൾക്ക് അയാള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിരിച്ചോണ്ട് ചെയ്യാൻ പറ്റണമെന്ന്. പക്ഷെ ചിരിച്ചോണ്ട് ഇതൊന്നും ചെയ്യാൻ എനിക്കിനി പറ്റില്ല സാർ. ഗായത്രിയാണ് ഞങ്ങളുടെ ചിരിയും സന്തോഷമൊക്കെ. അവള് പോകുമ്പോ ഞങ്ങളുടെ ചിരിയും സന്തോഷമാണ് പോകുന്നത്. ഐ എം സോറി സാർ. ഗായത്രി അയക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല സാർ. ഏതു വിചാരമിതിൽ ജന്മം കൊണ്ടു ഭുവനം, ഏതാധാരത്തിൽ വാഴുന്നു വസുതയും. ഏതു വികാരം നീ നിർണയിച്ചു കാലഗതി, ഏതാധീനത്തിൻ ബന്ദി ഇവിടെ മനസ്സും. അഖിലം ആദി പ്രണവം മടിയിൽ, അമ്പേ അടിമുടി സങ്കട നടുവിൽ നാമെല്ലാം